നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്ത്യയുടെ സോവറിൻ വെൽത്ത് ഫണ്ടാണ്. ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ ഈ ഒരു സോവറിൻ വെൽത്ത് ഫണ്ട് ഏകദേശം 600 ബില്യൺ US ഡോളറിന് തത്തുല്യമായിട്ടുള്ളത്, ഇതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടായിരുന്നു, പ്രപ്പോസൽ ആയിട്ടുണ്ടായിരുന്നു, ഡ്രാഫ്റ്റ് പേപ്പേഴ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം യാതൊരു അനക്കവുമില്ല അതിനെക്കുറിച്ച്. പക്ഷെ അതേസമയം കഴിഞ്ഞ ദിവസം ഫിനാൻസ് സെക്രട്ടറി അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ ഒരു സോവറിൻ വെൽത്ത് ഫണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ PSU കമ്പനികളെ സംബന്ധിച്ച് പ്രാധാന്യം അർഹിക്കുന്നത്, ഇത് എത്തരത്തിലൊക്കെയാണ് മാർക്കറ്റിനെ ബാധിക്കുക എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന്റെ കാതലായിട്ടുള്ള ഒരു കാര്യം. സോവറിൻ വെൽത്ത് ഫണ്ട് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു രാജ്യം ഉണ്ടാക്കുന്ന സമ്പത്ത്, അത് പല വിധത്തിലുണ്ടാകാം. പ്രകൃതി വിഭവങ്ങൾ കുഴിച്ചെടുത്തിട്ടോ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് വിറ്റിട്ടോ, അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഫോറക്സ് റിസർവ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ്, ദീപം ഒക്കെ പോലെയുള്ളത്, അതായത് ഗവൺമെന്റ് കമ്പനികൾ വിറ്റിട്ട് ലഭിക്കുന്ന പണം, ഇവയെല്ലാം വെച്ചിട്ട് ഒരു സോവറിൻ വെൽത്ത് ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് പല രാജ്യങ്ങളുടെയും ഒരു സ്വഭാവമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നോർവേയിൽ ഗവൺമെന്റ് ഫണ്ട് ഉണ്ട്. അത് പ്രധാനമായിട്ടും നോർവേയുടെ ഓയിൽ റവന്യൂ എന്നുള്ള പണമാണ് അതിൻ്റെ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നോർവേ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അതേപോലെ ചൈന ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്, അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഉണ്ട്, സൗദി അറേബ്യസ് നമ്മുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉണ്ട്, സിംഗപ്പൂരിന്റെ GIC ഉണ്ട്, ടാംസക് ഹോൾഡിങ്സ്, എന്തിനേറെ പറയുന്നു ഇന്തോനേഷ്യയും ഈജിപ്ത് മുതലായ രാജ്യങ്ങൾ വരെ അടുത്ത കാലങ്ങളായിട്ട് ഇതെല്ലാം തുടങ്ങി. ഇതിൽ ഇന്തോനേഷ്യയുടെ ആണെങ്കിൽ 900 ബില്യൺ US ഡോളറിന്റെ അസറ്റ്സ് ആണുള്ളത്. ഇന്ത്യയുടേത് 600 ബില്യണേ ഉള്ളൂ എന്നത് കൂടി മനസ്സിൽ വെക്കുക. മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് ഇന്ത്യയുടെ സോവറിൻ വെൽത്ത് ഫണ്ട് എന്ന് പറയുന്നത്, അത് ഇന്ത്യ ഗവൺമെന്റിന്റെ PSU കമ്പനികളെ കൂടി മുഴുവനായിട്ടും ഉള്ള സ്വത്തുക്കൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒരു ബോഡി ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഇതിന് സമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ടാംസക് ഹോൾഡിങ്സ് മാത്രമാണ്. 1974 ടാംസക് ഹോൾഡിങ്സ് വരുന്നതിന് മുമ്പ് സിംഗപ്പൂർ ഗവൺമെന്റ് ഇന്ത്യ ചെയ്തിരുന്ന പോലെ തന്നെ ഗവൺമെന്റ് നേരിട്ടായിരുന്നു നിക്ഷേപങ്ങൾ പലയിടത്തും നടത്തിയിരുന്നത്, ഗവൺമെന്റ് കമ്പനികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് ടാംസക് ഹോൾഡിങ്സ് വന്നതിന് ശേഷം സിംഗപ്പൂർ ഗവൺമെന്റിന്റെ എല്ലാ വിധത്തിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളെല്ലാം ടാംസക് ഒരു ഹോൾഡിംഗ് കമ്പനിയായി മാറുകയും അതിന്റെ ഷെയർസ് ഒക്കെ ടാംസക് ഹോൾഡ് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി. നമ്മുടെ പല ഹോൾഡിംഗ് കമ്പനികളും, പ്രൈവറ്റ് ഹോൾഡിംഗ് കമ്പനികളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ടാറ്റ സൺസ് ആകട്ടെ, അല്ലെങ്കിൽ നൽവ സൺസ് ആകട്ടെ, കല്യാണി, ഇങ്ങനെ കുറെ ഹോൾഡിംഗ് കമ്പനികളുണ്ട്. അപ്പൊ ഇതെല്ലാം ആ ഒരു ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന കമ്പനികളുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു, അതിൽ നിന്നുള്ള ഡിവിഡൻഡ് ഇൻകം ലഭിക്കുന്നു. ഇതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഒരു സോവറിൻ വെൽത്ത് ഫണ്ട് തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ PSU കമ്പനികളെല്ലാം ഈ ഒരു വെൽത്ത് ഫണ്ട് ഒരു ഹോൾഡിംഗ് കമ്പനിയായിട്ട് മാറുകയും അതിന്റെ ഓണർഷിപ്പ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഈ ഒരു ഹോൾഡിംഗ് കമ്പനിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. ഈ വഴിക്കൊക്കെ തന്നെയാണ് ഇന്തോനേഷ്യ പോയത് മുഴുവനായിട്ടും. പക്ഷേ ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ല. ഏകദേശം 650 ബില്യന്റെ തത്തുല്യമായിട്ടുള്ള അസറ്റ് ഇതുവരെ പുതിയതായിട്ടുണ്ടാക്കിയ സോവറിൻ ഫണ്ടായിട്ടുള്ള ധനന്താര എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിക്ക് കൈമാറി. 900 ബില്യൺ, ബാക്കി നിൽക്കുന്നത് ഒരു 250 ബില്യൺ വഴിയെ കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇത് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ PSU കമ്പനികളെ ബാധിക്കുമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പറയുന്ന പോലെ PSU കമ്പനികൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ റാലി നടത്തി. സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർക്ക് അറിയാം, PSU കമ്പനികൾ ഈ ഒരു PSU റാലി കഴിഞ്ഞ 1-2 വർഷത്തിനകത്ത് നടത്തുന്നതിന് മുമ്പ് PSU കമ്പനികൾ ആർക്കും വേണ്ടാത്ത സ്റ്റോക്കുകളായിരുന്നു. വെറുതെ തന്നാൽ പോലും ആരും എടുക്കണ്ട എന്ന് കരുതുന്ന സ്റ്റോക്കുകളായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബ്യൂറോക്രസിയുടെ അതിപ്രസരവും ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിലെ മറ്റു കോമ്പറ്റീറ്റേഴ്സുമായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഈ ഒരു ബ്യൂറോക്രാറ്റിക് ഡിലേ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ കണ്ടുമാനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാരണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട് ഹോൾഡിംഗ് കമ്പനിക്ക് അഡ്വൈസറി ബോർഡും പ്രൈവറ്റ് കൺസൾട്ടൻസും ഒക്കെ ഉണ്ടാകുന്നതോട് കൂടി ഗവൺമെന്റിന്റെ ഈ ഒരു തനതായിട്ടുള്ള ഡിലേ ഉണ്ടാകില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. തീരുമാനങ്ങളെല്ലാം പെട്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് കമ്പനികളൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ഈ ഒരു മന്ദിപ്പിലുള്ള ഒരു പോക്ക് അവ ഉണ്ടാകില്ല. കാരണം ഗവൺമെന്റോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളോ അവയ്ക്ക് ഇടയിലുള്ള ഒരു മീഡിയേഷൻ പോലെ ഈ ഹോൾഡിംഗ് കമ്പനി ഉണ്ടാകും. അതേസമയം ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഏതെങ്കിലും കമ്പനികളുടെ ഇത്ര ശതമാനം ഡിവിഡൻഡ് എടുത്തിട്ട് പോകുന്നു എന്നുള്ള ഒരു പേരുദോഷം കേൾക്കേണ്ട ആവശ്യം വരില്ല. സോവറിൻ ഫണ്ടിന്റെ അകത്തുനിന്ന് ഗവൺമെന്റിന് ആവശ്യത്തിനനുസരിച്ച് എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടോ ഉള്ള പണങ്ങളെല്ലാം എടുക്കാൻ കഴിയും, പിൻവലിക്കാൻ കഴിയും. അതേസമയം വന്നുകൂടുന്ന പണം എല്ലാം കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല. ആവശ്യമുള്ളത് മാത്രമേ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെൽത്ത് കുറച്ചും കൂടി നന്നായിട്ട്
PSU കമ്പനികൾക്കുള്ളിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നല്ലതുമാണിത്, ദോഷവുമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില കമ്പനികളൊക്കെ കണ്ടമാനം ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ടാകാം. അതേസമയം ചില കമ്പനികളൊക്കെ രോഗാതുരമായിട്ട് കിടക്കുന്നുണ്ടാകാം. അപ്പൊ രോഗാതുരമായിട്ട് കിടക്കുന്ന കമ്പനികളിലേക്ക് കൂടി നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികളുടെ പണം ഒഴുകാൻ ചിലപ്പോൾ കാരണമായേക്കാം എന്നുള്ളൊരു വലിയൊരു പ്രശ്നം അവിടെയുണ്ട്. നമ്മുടെ ഇവിടുത്തെ KSRTCയും ബീവറേജസും തമ്മിലുള്ളതുപോലെ ബീവറേജസ് ലാഭം ഉണ്ടാക്കുന്നു, KSRTC നഷ്ടമുണ്ടാക്കുന്നു. പക്ഷെ ബീവറേജസിൽ നിന്ന് വരുന്ന ലാഭവും കൂടി ഗവൺമെന്റ് ട്രഷറിയിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഗവൺമെന്റ് അത് KSRTCക്ക് സഹായമായിട്ട് കൊടുക്കുന്നു. അപ്പൊ ഇതേപോലെ വീതം വെപ്പിന് ഇങ്ങനത്തെ രണ്ട് ദോഷങ്ങളൊക്കെ ഉണ്ട്, ഗുണവും ദോഷവും ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാകുമെന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മളെ നിക്ഷേപകരെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു സോവറിൻ വെൽത്ത് ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ആ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ തന്നെ PSU കമ്പനികളെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലായിരിക്കും. പിന്നീടുള്ള ഒരു 6 മാസമെങ്കിലും ഒരു PSU റാലി നമുക്ക് പ്രതീക്ഷിക്കാം. സോവറിൻ വെൽത്ത് ഫണ്ടിലേക്ക് അസറ്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു 5 വർഷമെങ്കിലും എടുക്കും. പക്ഷെ ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് അവിടെ നിലനിൽക്കും. ട്രാൻസ്ഫർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ മനസ്സിലാക്കി വരാൻ വേണ്ടി വീണ്ടും ഒരു 2-3 വർഷം എന്തായാലും. അപ്പോൾ ഇതിന് ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ PSU സ്റ്റോക്കുകളുടെ മുകളിലുള്ള ഒരു റാലി നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ പ്രഖ്യാപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്ന് വരുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.